ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും പാലും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ബട്ടർസ്കോച്ച് ഐസ്ക്രീമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം, ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര ഒന്ന് ഗോൾഡൻ കളറായി വരണം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് കറക്റ്റ് അളന്നെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി 500 മില്ലി പാലാണ് മൊത്തം എടുക്കുന്നത്. അതിൽ നിന്ന് അല്പം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വരണം. പഞ്ചസാര ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാവാൻ നിൽക്കരുത്. അതിൻ്റെ മുമ്പേ നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐസ്ക്രീമിന് വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായാൽ മതി. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 500 മില്ലി പാലാണ് മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അല്പം പാലെടുത്തിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുത്തത്. ഇനി ബാക്കിയുള്ള പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടായിട്ട് വരും. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിൽ മെൽറ്റായിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മുടെ കാരമലൈസ് എന്ന പഞ്ചസാരയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതും നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഇതിലുള്ള ഈ കാരമലൈസ് ആയിട്ടുള്ള കട്ടയായിട്ടുള്ള പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റ് ആയതിനു ശേഷം വേണം മധുരം ചേർത്ത് കൊടുക്കാൻ. മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്രയാണോ കുറവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി പാലിൽ മിക്സ് ചെയ്തെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിക്കായിട്ട് വരുന്നത് വരെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിനുള്ള മിക്സ് ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി തിക്കായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇത് ഒന്നും കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും തിക്കായിട്ടുള്ള ഒരു മിക്സാണ് നമുക്ക് കിട്ടുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഇതിൽ ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവർ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് വാനിലയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റാവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഒരു ദിവസം മുഴുവനായിട്ട് വെക്കുകയാണ് നല്ലത്. ഞാനിത് പിറ്റേ ദിവസമേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് ഒന്നും കൂടി ഇനിയും സെറ്റാവാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഇത്. ഇനി ഇത്രയും സ്കൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഞാൻ അടച്ച് വെച്ചിട്ട് ഇതൊന്നും കൂടി ഫ്രീസറിൽ വെക്കുകയാണ്. പിന്നെ അങ്ങനെ ഫ്രീസറിൽ വെച്ച് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിത് ഒന്ന് എടുത്തത്. അപ്പോൾ
അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഐസ്ക്രീമുള്ള കേട്ടോ അതിൽ അധികമൊന്നുമില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും ഐസ്ക്രീം ഇതിൽ ബാക്കിയുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തേതിനേക്കാളും നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ടേസ്റ്റിനും നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്ത ഐസ്ക്രീമാണെന്ന് ഒരിക്കലും പറയില്ല. ശരിക്കും നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറും അതുപോലെ നല്ലൊരു നമ്മളെ എക്ലെയർ മിഠായിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ലേ ഒരു നല്ലൊരു ഫ്ലേവർ, ആ ഒരു ഫ്ലേവറൊക്കെയാണ് ഈ ഒരു ഐസ്ക്രീമിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഐസ്ക്രീമൊക്കെ തയ്യാറാക്കുമ്പോൾ അരിപ്പൊടി കൊണ്ട്, ഗോതമ്പ് പൊടി കൊണ്ട്, അതുപോലെ മൈദ, കോൺഫ്ലവർ വെച്ചിട്ടൊക്കെ ഐസ്ക്രീം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ അതെടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു ഏതാണോ നമ്മൾ അതിൽ യൂസ് ചെയ്തത് ആ ഒരു പൊടിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. പക്ഷേ ഇത് 2 ദിവസം ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിക്കാരം. ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ അതാണ് അതിൽ ചേർത്തത് എന്ന്, ഇതിലിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്